ശിവനാഭൻ ഇവിടെ നേരത്തെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതാണ്, എന്താണ് ജാവദേക്കർ ഈ പറയുന്ന പ്രസ്തുത സന്ദർശനത്തിൽ ലാവ്ലിൻ കേസ് അടക്കം എന്ത് കേസും ഒഴിവാക്കി തരാം, നിങ്ങളൊന്ന് തൃശ്ശൂരിൽ ഒന്ന് കണ്ണടയ്ക്കണം, സുരേഷ് ഗോപി ജയിക്കണം, അത്രയ്ക്ക് ഫ്രാൻറ്റിക്കായിട്ട് നിങ്ങൾ ഇവിടെ ജയിക്കാൻ എന്ത് വില കൊടുത്തും ജയിക്കാൻ നടക്കുകയാണോ ശിവനാഭൻ? അല്ല, അതൊക്കെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതല്ലേ. അങ്ങോട്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനൊന്നും ഏർപ്പാടാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കേരളത്തിലെ ഏത് രാഷ്ട്രീയ നേതാവിനോടും, അത് ഒരു താഴെത്തട്ടിൽ ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണെങ്കിലും സംസ്ഥാന നേതൃസ്ഥാനത്ത് പ്രവർത്തിക്കുന്നൊരു നേതാവാണെങ്കിലും അവരോട് സംസാരിക്കാനുള്ള സ്വന്തം ചാനലുകളുണ്ട്, സ്വന്തം സംവിധാനങ്ങളുണ്ട്. ഇയാളെ ആശ്രയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയാളെന്തോ ആളാവാൻ വേണ്ടി ഓരോന്ന് വിളിച്ചു പറയുകയാണ്. അതിലൊന്നും അർത്ഥമില്ല. ഞങ്ങൾ നേരിട്ട് സംസാരിച്ചോളൂ. ഞങ്ങൾക്കൊരു മടിയില്ലാന്ന്. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ. ഞങ്ങളെല്ലാവരായിട്ടും നേരിട്ട് സംസാരിക്കും. അതിന് ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. ഒരു പത്രപ്രവർത്തകനെ പോലും ഞങ്ങൾ മധ്യസ്ഥനാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നേരിട്ട് തന്നെ സംസാരിച്ചോളൂ. ജാവദേക്കർ അങ്ങനെയാണ് എന്തിനാണ് ദല്ലാളിനെ കൂടെ കൂടെ കാണുന്നത്? ജാവദേക്കർ വന്നിറങ്ങുമ്പോൾ ദല്ലാളിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നു എയർപോർട്ടിൽ. അദ്ദേഹം നേരെ പോയി ദല്ലാളിൻ്റെ വണ്ടിയിൽ കയറുന്നു. എന്താണ് തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിലടക്കം പലയാവർക്കും ദല്ലാളും ജാവദേക്കറും നടത്തിയ ചർച്ചയെക്കുറിച്ച്, ഇന്നലെ 3 ചർച്ചയെക്കുറിച്ച് പറയാണ് ജാവദേക്കർ. ഒന്നും ഇല്ല എന്ന് ജാവദേക്കർ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടോ അങ്ങ്? അല്ല, ജാവദേക്കർ ഈ വിഷയത്തിൽ ആകെ ഒരു ടെലിഫോൺ ഇൻ്റർവ്യൂ ആണ് കൊടുത്തത്. അതായത് ഇ പി ജയരാജനായി സംസാരിച്ചിട്ടുണ്ട് എന്ന്. അതിൽ കവിഞ്ഞ് അദ്ദേഹം ഒന്നും കൊടുത്തിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിൽ വരും, പത്രസമ്മേളനം ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ഒളിച്ചോടാനൊന്നുമില്ല. ഞങ്ങളിത് കൃത്യമായി ഇതിന് വേണ്ട വിശദീകരണങ്ങളും ഉണ്ടായ സംഭവങ്ങളും അതിൽ ഞങ്ങളുടെ വേർഷൻ, ജാവദേക്കറുടെ വേർഷൻ അദ്ദേഹം പറയും. ആ സമയത്ത് നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും. താങ്കൾക്ക് ഉറപ്പോടെ പറയാൻ കഴിയുമോ ദല്ലാളുമായി ജാവദേക്കർ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടില്ല എന്ന്? അല്ല, ഞങ്ങൾ BJP അത്തരത്തിലെ ആളുകളെ ഞങ്ങൾ ആശ്രയിക്കാറില്ല എന്ന്. ഭാരതീയ ജനതാ പാർട്ടിക്ക് സംഘടനാ സംവിധാനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന്, പാർട്ടിയിലേക്ക് ആളെ കൊണ്ടുവരാൻ ഈ ജാതി ആളുകളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്ന്. ഞങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ചോളുന്നു. എന്താ, ഞങ്ങൾ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവരല്ലേ. ഞങ്ങൾക്കൊക്കെ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും മുസ്ലിം ലീഗുകാരായിട്ടും വരെ വ്യക്തിബന്ധങ്ങളുണ്ടല്ലോ. BJPയിലേക്ക് പോരുന്നു എന്ന് ചോദിക്കാൻ. അല്ല, അത് പറഞ്ഞു PM ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുട്ടിയിലേക്ക് പോലും ഈ വരുന്നുണ്ടോ എന്ന അന്വേഷണം പോയി. ഈ പറഞ്ഞ 3 പാർട്ടികളിലെയും നേതാക്കന്മാരുമായിട്ട് എൻ്റെ നിലവാരത്തിലുള്ള, ജില്ലാ നിലവാരത്തിലുള്ള നേതാക്കന്മാരുമായി വ്യക്തിബന്ധമുള്ളവനാണ് ഞാൻ. എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നേരിട്ട് സംസാരിക്കൂലേ, സഹോദര നിങ്ങൾ പോരുന്നോ BJPയിലേക്ക്? ഞങ്ങൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടെന്ന്, അതിനുള്ള നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരുണ്ട്. എന്തിനാ ഈ തരത്തിലുള്ള ആൾക്കാരെ ആശ്രയിക്കേണ്ട ഒരാവശ്യം ഞങ്ങൾക്കില്ല. അല്ല, കുഞ്ഞാലിക്കുട്ടിയൊക്കെ വിളിച്ചാൽ വരും എന്ന പ്രതീക്ഷയിൽ വിളിക്കുന്നതാണോ, അതോ വെറുതെ പോയാലൊരു വാക്ക്, കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന മട്ടിലാണോ? അല്ല, അതിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പോഴൊന്നും പറയില്ല. അതങ്ങനെ പറയാൻ പാടില്ല. അതൊരു മര്യാദയല്ല. ആരൊക്കെ സംസാരിച്ചു, എന്തൊക്കെ സംസാരിച്ചു, അത് അങ്ങനെ പറയുന്നത് മോശമല്ലേ. അതിപ്പോൾ പറയില്ല. അത് ഞങ്ങളൊരു മര്യാദ പാലിക്കുന്നവരാണ്. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി മര്യാദ കാണിച്ചു. വേണ്ടാണ്ട് പ്രകോപിപ്പിച്ചപ്പം, അവരെ വേണ്ടാണ്ട് അറ്റാക്ക് ചെയ്യുകയും പ്രകോപിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു പോയതാണല്ലോ, നിർബന്ധിതയായതാണല്ലോ. അപ്പോൾ അങ്ങനെ ഉപദ്രവിക്കാതെ വരുമ്പോഴാണ്, ഞങ്ങളെ കയറി അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ചില പേരുകളൊക്കെ പുറത്തു വരിക. അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ പലരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആരെ പേരും ഞങ്ങൾ പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല. സമയമാകുമ്പോൾ പലരും വരും ഹാഷ്മി. 24 ജൂൺ 4 കഴിയട്ടെ, BJPയിലേക്ക് പലരും വരും.